ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC കൊല്ലം കണ്ണൂർ LDC എക്സാമിനേഷൻ്റെ മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏത്? ഓപ്ഷൻ സി, കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. ഇവിടെ ഓപ്ഷൻ ഡിയിലെ മിസ്റ്റേക്ക് ആദ്യം പറയാവേ, ബാക്കി മൂന്നും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓപ്ഷൻ എയും ബിയും സിയും. അതുകൊണ്ട് ആദ്യം ഡി പറയാം. കുട്ടികൾക്ക് പഠിക്കുന്നതിനോടൊപ്പം കളിക്കുന്നതിനുമുള്ള അവസരം കൂടി നൽകേണ്ടതാണ്. ഇതാണ് ഓപ്ഷൻ ഡിയിലെ വാക്യം. ഇവിടെ ഒപ്പം കൂടി എന്ന് വന്നിട്ടുണ്ട് ഈ വാക്യത്തിൽ. ഒപ്പം കൂടി, ഇത് രണ്ടും കൂടെ ഒരു വാക്യത്തിൽ വരുകയില്ല. ഏതെങ്കിലും ഒന്ന് മാത്രമേ വരത്തുള്ളൂ. അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി തെറ്റാണെന്ന് പറയുന്നത്. ബാക്കി മൂന്നെണ്ണം, അതായത് എയിലും ബിയിലും വാക്യശുദ്ധിയിലെ സമുച്ചയ വികൽപ്പക ദോഷം എന്ന് പറയുന്ന ഒരു ദോഷമാണ് വന്നിരിക്കുന്നത്. ഈ ദോഷം എന്ന് വെച്ചാൽ അതിലൊരു മിസ്റ്റേക്ക്, അത്രയേ ഉള്ളൂ. അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് ഓപ്ഷൻ സിയിൽ. അപ്പോൾ അതെന്താണെന്ന് പറയാം. കുട്ടികൾക്ക് കളിക്കുന്നതിനും പഠിക്കാനും വേണ്ട അവസരങ്ങൾ നൽകേണ്ടതാണ്. ഇതാണ് ഓപ്ഷൻ എ. അവിടെ പറഞ്ഞിരിക്കുന്നത് കളിക്കുന്നതിനും പഠിക്കാനും, തിനും ആനും അങ്ങനെ പറയത്തില്ല. ഓപ്ഷൻ ബിയിൽ കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനും ഉള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. അതായത് തിനും ആനും അങ്ങനെ വരത്തില്ല. ഓപ്ഷൻ സിയിൽ കണ്ടോ, കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനും ഉള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. തിനും അങ്ങനെ അത് വരുള്ളൂ. ഞാൻ വേറൊരു വാക്യം പറയാം, അത് രണ്ട് രീതിയിൽ കറക്റ്റ് ചെയ്ത് പറയാം. അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാവുക. നന്നായി പഠിക്കുവാനും കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും ഇവിടെ സൗകര്യമുണ്ട്. ഇവിടെ പറയേണ്ടത് പഠിക്കുന്നതിനും ഏർപ്പെടുന്നതിനും എന്നോ പഠിക്കുവാനും ഏർപ്പെടുവാനും എന്നോ വേണം എഴുതാനായിട്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് പറയാം. നന്നായി പഠിക്കുന്നതിനും കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും ഇവിടെ സൗകര്യമുണ്ട്, ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ നന്നായി പഠിക്കുവാനും കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ഇവിടെ സൗകര്യമുണ്ട്, ഇങ്ങനെ പറയാം. ഇതാണ്, അത് ഒരേ രീതിയിൽ വേണം പറയാനായിട്ട്, അത്രയേ ഉള്ളൂ. ഇപ്പം ഇവിടെ പഠിക്കുന്നതിനും കളിക്കുന്നതിനും എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളിനകത്ത് പറയുന്നത് പഠിക്കുവാനും ഏർപ്പെടുവാനും, അല്ലെങ്കിൽ പഠിക്കുന്നതിനും ഏർപ്പെടുന്നതിനും. ആ തിനും ആനും അങ്ങനെ ഒരു ഫ്ലോയിൽ വേണത് പറയാനായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികൾ. പൂജക ബഹുവചനം എന്ന് വെച്ചാൽ അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാനം അല്ലെങ്കിൽ ആദരസൂചകമായി പ്രയോഗിക്കുന്ന ചില ബഹുവചനമാണ് പൂജക ബഹുവചനം. അപ്പോൾ ഇവിടെ സ്വാമികൾ എന്ന് പറയുന്നത് പൂജക ബഹുവചനമാണ്. അവർ എന്ന് പറഞ്ഞാൽ അലിംഗ ബഹുവചനം, അവൻ എന്ന് പറഞ്ഞാൽ ഏകവചനം, അത് എന്ന് പറഞ്ഞാൽ നപുംസക ഏകവചനം എന്ന് പറയും. അത് നപുംസക ഏകവചനം. പിന്നെ നമുക്കിപ്പം അറിയാമല്ലോ, ഒരു എക്സാമ്പിൾ പറയാം ഈ പൂജക ബഹുവചനത്തിന്. സപ്പോസ് നമ്മളൊരു വൈദ്യരെ കാണാൻ പോയി. ഈ വൈദ്യർ എന്ന് പറയുന്ന ആൾ ഒരൊറ്റ ഒരാളല്ലേ, വൈദ്യർ. നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്ന എന്നാ, വൈദ്യർ എന്ന് ബഹുമാനത്തോടു കൂടി വിളിക്കുക. വൈദ്യർ എന്ന് പറയുന്നത് ആളൊരൊറ്റ ഒരാളേ ഉള്ളൂ, പക്ഷെ നമ്മൾ അദ്ദേഹത്തെ എങ്ങനെയാണ്, വൈദ്യർ എന്ന് ബഹുമാനിച്ചാണ് വിളിക്കുന്നത്. അതുപോലെ ദ്രോണർ എന്ന് പറയുന്ന ഒരൊറ്റ ഒരാളേ ഉള്ളൂ. ദ്രോണരെ ബഹുമാനത്തോടു കൂടി വിളിക്കുന്നത് കൊണ്ടാണ് ദ്രോണർ എന്ന് വിളിക്കുന്നത്. അതുപോലെ ഭീഷ്മർ ഒരൊറ്റ ഒരാളേ ഉള്ളൂ. ഭീഷ്മരെ ബഹുമാനത്തോടു കൂടി വിളിക്കുവാണ് ഭീഷ്മർ. താങ്കൾ എന്ന് പറയുന്നത് ഒറ്റ ഒരാളെയാണ് താങ്കൾ എന്ന് പറയുന്നത്.
താങ്കൾ എന്നൊരു ബഹുമാന സൂചകമായി വിളിക്കുന്നത് കൊണ്ടാണ് അത് പൂജക ബഹുവചനം ആയിട്ട് മാറിയത്. അപ്പോൾ ഇതൊക്കെ പൂജക ബഹുവചനം ആണെന്ന് പറയാൻ കാരണം ഇത് ബഹുമാനത്തോടെ അല്ലെങ്കിൽ ആദരവോടുകൂടി പറയുന്നത് കൊണ്ടാണ് പൂജക ബഹുവചനമായി മാറിയത്. അടുത്ത ക്വസ്റ്റ്യൻ, വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപ്പദം വൈദികം. ക്ഷണികം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ശാശ്വതം. ക്ഷണികം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പില്ലാത്തത്, പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത്, ഇതൊക്കെയാണ് ക്ഷണികത്തിൻ്റെ മീനിങ്, ക്ഷണികത്തിൻ്റെ അർത്ഥം. ശാശ്വതം എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നത്, നിലനിൽപ്പുള്ളത് എന്നൊക്കെയാണ് ശാശ്വതം. ശാശ്വതത്തിൻ്റെ വേറൊരു ഓപ്പോസിറ്റാണ് നശ്വരം. നശ്വരം എന്ന് പറഞ്ഞാലും ഈ ക്ഷണികത്തിൻ്റെ അതേ മീനിങ് തന്നെയാണ്. നശിച്ചു പോകുന്നത്, നിലനിൽപ്പില്ലാത്തത്, ഇതൊക്കെയാണ് നശ്വരം. അപ്പം ക്ഷണികം വിപരീത പദം ശാശ്വതം. അതുപോലെ ശാശ്വതത്തിൻ്റെ വേറൊരു വിപരീത പദമാണ് നശ്വരം. നശ്വരവും ക്ഷണികവും ഒക്കെ ഒരേ അർത്ഥമുള്ള വാക്കുകൾ തന്നെയാണ്. താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ? ഓപ്ഷൻ എ നിലാവ്, ചന്ദ്രിക, കൗമുദി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, നിശിതിനി, രാവ്, ഇത് രണ്ടും രാത്രിയുടെ പര്യായപദങ്ങളാണ്. താര, താരകം നക്ഷത്രത്തിൻ്റെ പര്യായപദങ്ങളാണ്. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ എ മുഴുവൻ കൊള്ളയടിക്കുക. വിഴുങ്ങി എന്ന് പറയുമ്പോൾ എന്താ, അങ്ങനെ ഒരു ഫീലല്ലേ, മുഴുവൻ കൊള്ളയടിച്ചു. അമ്പലം വിഴുങ്ങി എന്നാണെങ്കിൽ പെരുങ്കള്ളൻ എന്ന അർത്ഥം കേട്ടോ. അമ്പലം വിഴുങ്ങി, പെരുങ്കള്ളൻ. അമ്പലം വിഴുങ്ങുക, മുഴുവൻ കൊള്ളയടിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ സി ഭഗവത്ഗീത എന്നാണ് പറയുന്നത് കേട്ടോ. ത് ആണെന്നൊരു സംശയം നമുക്ക് വരും, പക്ഷെ ഭഗവത്ഗീത ഇങ്ങനെയാണ് പറയുന്നത്, ഭഗവത് ഗീത എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്തെഴുതിയിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ വിൻ പ്ലസ് തലം, വിണ്ടലം. ഇൻ പ്ലസ് താ എന്നുള്ളതാണ് ഇണ്ടായിട്ട് മാറുന്നത്. ഇൻ പ്ലസ് താ, അത് ഓർത്ത് വെച്ചോണേ. ഇൻ പ്ലസ് താ ഇണ്ടായിട്ട് മാറും. അങ്ങനെയാണ് അത് വിണ്ടലം എന്ന് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തലവേദന എന്ന പദത്തിൻ്റെ ശരിയായ ഘടകപദം ഏത്? തലയിലെ വേദന. തലയിലെ വേദനയാണ് തലവേദന. തലയുടെ വേദന എന്നൊന്നും പറയത്തില്ല. തലയുടെ വേദന, തലയും വേദനയും, തലയ്ക്കുള്ള വേദന, അങ്ങനെയൊന്നുമല്ല അത് പറയുന്നത്. തലയിലെ വേദന തലവേദന. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? മാലേയം. കാഞ്ചനം എന്ന് വെച്ചാൽ സ്വർണം. കോടീരം എന്ന് പറഞ്ഞാൽ കിരീടം എന്നൊരർത്ഥമുണ്ട്. പിന്നെ ഈ തലമുടിയിലെ ജട എന്നൊരർത്ഥമുണ്ട്. ഗോരോചനം, ആ വാക്കിൻ്റെ അർത്ഥം എന്നാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്തോ പശുവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, പശുവിന് കുറുതടുക അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഗോരോചനം എന്താണെന്ന്. ഈ ഗോരോചന കുറി വരച്ചു എന്നൊക്കെ നമ്മൾ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം പിന്നെ ഗോക്കൾ എന്ന് പറഞ്ഞാൽ പശുവാണല്ലോ. അപ്പോൾ പശുക്കൾക്ക് കുറി വരച്ചു, എനിക്കറിയില്ല അതിൻ്റെ മീനിങ്. ഓക്കെ, അത് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പം ചന്ദന എന്ന വാക്കിന് സമാനമായ പദം മാലേയം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്